കേരള സ്കൂൾ ബാഡ്മിന്റൺ ടീമിന് യാത്ര ചെയ്യാൻ ടിക്കറ്റില്ല. 20 താരങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പോ സ്പോർട്സ് വകുപ്പോ ബന്ധപ്പെട്ടില്ലെന്ന് അധ്യാപകർ പറയുന്നു. മത്സരം 17-ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അതേസമയം ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ബദൽ മാർഗം തേടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം താരങ്ങളുടെയും അധ്യാപകരുടെയും പ്രതികരണം കേൾക്കാം. പിന്നെ ഞങ്ങൾക്ക് +2-ലും +1-ലൊക്കെ പഠിക്കുന്നത്, അവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾക്ക്. +2-ലുള്ളവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. അപ്പം ഇനി ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കളിക്കണം, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കാം ഇങ്ങനെ പോകണമെന്ന്. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, കുട്ടികൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. 11 മണിക്ക് സ്റ്റേഷനിൽ എത്തിയതാണ്. അവർ ഇപ്പോഴും അവിടെ അനിശ്ചിതത്വത്തിലാണ്, തുടരുകയാണ് അവർ പ്രതീക്ഷയോടെ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്താണ് അവരുടെ നീക്കം? കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രേണുക, വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ടെങ്കിലും അതിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് കുട്ടികളെ വിമാനത്തിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു ഒരു ധാരണയാണ് എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ടിക്കറ്റിന്റെ ഫ്ലൈറ്റ് ചാർജ് അത് അല്പം ഉയർന്നു നിൽക്കുന്നതിൽ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നതനുസരിച്ച് പകുതി തുക രക്ഷിതാക്കളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ രീതിയിൽ കുട്ടികളെ എത്രയും വേഗം അങ്ങോട്ടേക്ക് എത്തിക്കാം, ഭോപ്പാലിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് അത്രയും വലിയ തുക ഇപ്പോൾ നൽകാൻ കഴിയില്ല, പെട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലാണ് മാതാപിതാക്കൾ. പക്ഷേ കുട്ടികൾ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ്. അവർക്ക് അത്രയേറെ ആഗ്രഹിച്ചു വന്ന കുട്ടികളാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം, അവരുടെ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാഗെല്ലാം ആയിട്ടാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:30 എത്തി നിൽക്കുന്നത്. 12:30 അറിയുന്നത് ഇവരെപ്പോഴും ടിക്കറ്റ് കൺഫേം അല്ല എന്ന്. പിന്നീട് ബാക്കിയെല്ലാവരും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. 2 പേരുടെ മാത്രമാണ് ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരും ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റാണ്. എന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയിച്ചത് നിങ്ങൾ ട്രെയിനിൽ കയറിക്കോളൂ, അത് നമുക്ക് ഏതെങ്കിലും മറ്റെന്തെങ്കിലും വഴിയോടുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ അപ്പോഴും മാതാപിതാക്കളുടെ ആശങ്ക, എങ്ങിട്ടും കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കുത്തി ഞെരുങ്ങി പോകുന്നത് അത് സാധ്യമല്ല. പ്രത്യേകിച്ച് ബാഡ്മിന്റൺ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യേണ്ട കുട്ടികളാണ്. അവർക്ക് മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ ആ രീതിയിലുള്ളൊരു നല്ല എനർജിയോടുകൂടി വേണം അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ ഒരു ആശങ്കയിലാണ് ഇപ്പോഴും കുട്ടികൾ നിൽക്കുന്നത്. നമുക്ക് അവരുടെ പാരൻസിനോട് തന്നെ ചോദിക്കാം. അച്ഛാ, കുട്ടി വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്, പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ടിക്കറ്റ് കൺഫേം ആകാത്തതാണ് പ്രശ്നം. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. സ്കൂളുമൊക്കെ ഒഴിവാക്കി പരിശീലനത്തിന് വന്നു, ഉപജില്ല തൊട്ട് കളിച്ചു, സ്റ്റേറ്റിൽ വന്നു. സ്റ്റേറ്റിലും ഒരുപാട് മത്സരങ്ങൾ കളിച്ചു. ഒറ്റ ദിവസം തന്നെ 12ഓളം മത്സരങ്ങൾ കളിച്ച് സ്റ്റേറ്റ് ടീമിലെത്തി. അവിടുന്ന് നമ്മൾ അവരുടെ ഭാവിയല്ലേ, അത് വളരെ പ്രതീക്ഷയോടെയാണ് മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് നടക്കുന്ന ഈ മത്സരത്തിന് പോകാനായിട്ട് വന്നത്. അപ്പം നമ്മളോട് ടീം മാനേജ്മെൻറ്റും കാര്യങ്ങളും ഇതിൻ്റെ കോച്ചസും ഒക്കെ പറഞ്ഞത് ഇന്നിവിടെ എത്താനാണ്. അപ്പോൾ മാനേജർ പറഞ്ഞ പ്രകാരം നമ്മളിവിടെ എത്തി. പക്ഷേ പെൺകുട്ടികളടക്കം 20ഓളം താരങ്ങൾ ഒരു ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യും? അതാണ് നമ്മുടെ അവസ്ഥ. ആരോട് പറയാനാണ് നമ്മൾ? ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. പക്ഷെ അതിലും ചില അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പറയുന്നുണ്ടെന്ന് പാരൻസിനോടോ താരങ്ങളോടോ ആരും പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് നമുക്കുള്ള അറിവ്. ആരോടാണ് പറഞ്ഞതെന്നൊന്നും അറിയില്ല, അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ കേരളത്തിനായി മത്സരിക്കുന്ന കേരളത്തിൻ്റെ സ്കൂൾ ടീം, ബാഡ്മിൻ്റണുള്ള സ്കൂൾ ടീം അവിടെ എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യകതയാണ്. പക്ഷേ ഞങ്ങൾ മാതാപിതാക്കൾ എന്നുള്ളതിൽ നേരത്തെ ഈ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ കുട്ടികളെ മത്സരിപ്പിക്കാനും ഇതിനുമൊക്കെ വർഷങ്ങളായി കൊണ്ടു നടക്കുന്നതിന് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ട് ഞങ്ങളെങ്കിലും അത് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിന് ചെയ്യേണ്ടവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? അത് പാവപ്പെട്ട കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.
രണിക, അത് തന്നെയാണ് പാരന്റ്സ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്, അവരുടെ സ്വപ്നമാണ്, പ്രത്യേകിച്ച് നാഷണൽ ഗെയിംസിലൊക്കെ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവും ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളെല്ലാം തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അവർ മത്സരത്തിന് മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഫിറ്റായി വേണം ആ മത്സരത്തിന് ഇറങ്ങാൻ. പക്ഷേ ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നതാണ്. അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്? എന്തുകൊണ്ടാണ് കൺഫേം ആയി ടിക്കറ്റ് കുട്ടികൾ അവിടെ എത്തുമ്പോൾ അവർക്ക് ലഭിക്കാതിരുന്നത്? അതനുസരിച്ചുള്ള തയ്യാറെടുപ്പില്ലാതെ പോയത് എവിടെയാണ്? ആർക്കുണ്ടായ വീഴ്ചയാണ്? പലതരത്തിലും തവണ നമ്മൾ പല താരങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ സമാനമായ സാഹചര്യം കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? രേണുക, ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിയോഗിച്ച മാനേജർ അദ്ദേഹം പറയുന്നത് 28-ാം തീയതി തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഈ സ്റ്റേറ്റ്, അതായത് കേരളത്തിലെ കായിക മേള കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് വിജയിച്ച ഓരോ സ്കൂളുകളിലെയും ഓരോ ജില്ലകളിലെയും കുട്ടികളെ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഡിലേ വന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കായികമേള, അതിൽ നിന്നാണ് ഈ ഇരിക്കുന്ന 20 കുട്ടികളെ സെലക്ട് ചെയ്തത്. അപ്പോൾ ബൾക്കായിട്ട് തന്നെ 28-ാം തീയതി ടിക്കറ്റ് എടുത്തിരുന്നു. അത് കൺഫേം ആകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ അവസാന നിമിഷമാണ് ഇനിയും കൺഫേം ആകാൻ വൈകുമെന്ന് ഇവരറിയുന്നത്. അപ്പോഴും സർക്കാരിൽ നിന്ന് പറഞ്ഞ മറുപടി, നിങ്ങൾ ട്രെയിനിൽ കയറിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര മുടക്കണ്ട, അത് കൺഫേം ആയി റെയിൽവേ അല്ലെങ്കിൽ TTR-നെ ഒക്കെ സമീപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ആശങ്ക, അവർ പങ്കുവെക്കുന്ന ഒരു ആശങ്ക, അതെങ്ങനെയാണ് നമുക്ക് കൺഫേം അല്ലാത്ത ഒരു ട്രെയിനിൽ ടിക്കറ്റിൽ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ കഴിയുക? അപ്പോഴും മധ്യപ്രദേശ് വരെ പോകേണ്ടതാണ്. ഏകദേശം 1.5 ദിവസം വേണ്ടി വരും അവർക്ക് അവിടേക്ക് എത്താൻ. അതായത് ഇന്ന് ഉച്ചയ്ക്ക് അവർ കയറിയാൽ 16-ാം തീയതി പുലർച്ചെ മാത്രമേ അവർ അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ ആ ഒരു യാത്രയിൽ അത് ഈ 1.5 ദിവസം, ഏകദേശം 2 ദിവസം അടുപ്പിച്ച് അവരെങ്ങനെയാണ് കൺഫേം അല്ലാത്ത ഈ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും മാനേജർ പറയുന്നത് പ്രകാരം 28-ാം തീയതി തന്നെ അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷെ അത് കൺഫേം ആകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് 1 മുതൽ 24 വരെയാണുള്ളത്. അതിൽ 2 പേരുടേത് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടേത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ട്രെയിൻ 1:30 പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ളത് കൺഫേം ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ വിമാനത്തിലെങ്കിലും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളായും മാനേജ്മെന്റുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് അത്രയും ഈ ഒരു വലിയ ഉയർന്ന നിരക്കാണ് ഇപ്പോൾ വിമാനത്തിൽ പരിശോധിക്കുമ്പോൾ അറിയാനുള്ളത്. അപ്പൊ അത്രയും രൂപ തുക പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് എത്രമാത്രമാണെന്ന് ഊഹിക്കാം. ആ ഒരു ആശങ്കയിലാണ്. എന്തായാലും കുട്ടികളും വലിയ നിരാശയിലാണ്. അവർക്കും പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടാകും, ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ? അതെ, ഉണ്ട്. കളിക്കണമെന്നുണ്ട്, പോയി നല്ല പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട്. അതിന്റെ പ്രതീക്ഷയെല്ലാം ഞങ്ങളിപ്പോൾ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരിക്കണോ അതോ പോണോന്ന് ആലോചിച്ച് നിൽക്കുവാണ്. അത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെ അതെ നമ്മളൊക്കെ ഇത് വാർത്തയാക്കി. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ. രണിക, എന്തായാലും കുട്ടികൾക്ക് പോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എത്രയും വേഗം വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് വേണ്ട നീതി ഇവർക്ക് നേടിക്കൊടുക്കട്ടെ എന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, എന്തായാലും കാണേണ്ടവർ ഇത് കാണണം. വളരെ പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് കുടുംബങ്ങൾക്ക് ആ പകുതി തുക, വിമാനയാത്രയുടെ പകുതി തുക വീട്ടുകാർ വഹിക്കണം എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശമെന്ന് അറിയുന്നു. പക്ഷേ അത് അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങണം. 11 മണിക്ക് സ്റ്റേഷനിലെത്തിയ കുട്ടികളാണ്. അവരിപ്പോഴും അവിടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.